നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് കേരളവും തമിഴ്നാടും ബംഗാളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ പൗരത്വം നൽകുന്നതിൽ നിന്ന് കേന്ദ്രത്തെ തടയാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഈ സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ വലിയ സാധ്യതയൊന്നുമില്ല. സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളുടെ ലക്ഷ്യം. അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് കേരള സർക്കാരിൻ്റെ ഈ നിലപാട്. പൗരത്വം നൽകുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെടുന്ന എംപവേർഡ് ജില്ലാതല സമിതികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായിരിക്കും മുൻഗണന. സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ഒരേ ഒരാൾ മാത്രം. ചുരുക്കത്തിൽ പൗരത്വം നൽകുന്നതിനുള്ള പൂർണ്ണ ചുമതല കേന്ദ്രത്തിൽ നിന്ന് നിയോഗിക്കപ്പെടുന്നവർക്കായിരിക്കും എന്ന് വ്യക്തം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് ഈ നിയമം. പൗരത്വത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി സംസ്ഥാന ജില്ലാതലത്തിൽ സമിതികൾ രൂപീകരിക്കാനാണ് 2024 CAA നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഈ സമിതികളിൽ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നവർക്കാണ് മുൻതൂക്കം. സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഒരാൾ മാത്രം. പിന്നെ എങ്ങനെ പിണറായി വിജയനും ബംഗാൾ മുഖ്യമന്ത്രിക്കും തമിഴ്നാട് മുഖ്യമന്ത്രിക്കുമൊക്കെ പൗരത്വം നൽകുന്നത് നിയന്ത്രിക്കാൻ കഴിയും? തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഈ നിയമം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ അവർക്കെങ്ങനെ കഴിയും? 4 വർഷം മുമ്പ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തതാണ് പൗരത്വ നിയമ ഭേദഗതി. ഒടുവിൽ ആ നിയമത്തിലുള്ള വ്യവസ്ഥകളും രൂപീകരിച്ചു കേന്ദ്ര സർക്കാർ. ഇത് അംഗീകരിക്കില്ല, കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം വീമ്പ് പറയാൻ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യം ന്യായമായി ഉയരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ നിയമം ഒരു സംസ്ഥാനത്തിന് ബാധകമല്ലേ? ഈ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന പച്ചനുണയാണ് ഇപ്പോൾ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള 19 കോടി മുസ്ലിങ്ങൾക്കും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതല്ല ഈ നിയമമെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ കേന്ദ്രവിരുദ്ധരായി തിരിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമങ്ങളാണ് മറ്റു പാർട്ടികൾ ഇപ്പോൾ കാട്ടുന്നത് എന്ന് BJP പറയുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു. കേരള നിയമസഭ നിരവധി വിഷയങ്ങളിൽ ഇത്തരം പ്രമേയങ്ങൾ പാസാക്കുന്നതിൽ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പണ്ടൊരിക്കൽ ലക്ഷദ്വീപ് വിഷയത്തിലും മുൻപ് ബാബറി മസ്ജിദ് പൊളിച്ച പ്രശ്നങ്ങളിലും. 1993 ഫെബ്രുവരി 3 അയോധ്യയിലെ തർക്കമന്ദിരം തകർത്തതിനെതിരെ കേരള നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നത്. എല്ലാ കക്ഷികളും ചർച്ച ചെയ്ത് ഒടുവിൽ പള്ളി പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി. 30 വർഷം കഴിഞ്ഞു. ഇതുവരെ സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്ത ആ പ്രദേശത്തെങ്കിലും ഒരു പള്ളി പണിയാൻ കേരള സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്തോ? അയോധ്യ പ്രശ്നം തീർപ്പാക്കിയ സുപ്രീം കോടതി പള്ളി പണിയാൻ 5 ഏക്കർ സ്ഥലം അനുവദിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള സർക്കാർ പള്ളി പണിയാനുള്ള ശ്രമങ്ങൾ തുടരാത്തത്? പൗരത്വ ഭേദഗതി ബില്ലിലും സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. കേരള നിയമസഭയുടെ പ്രമേയങ്ങൾക്ക് നിയമത്തിൻ്റെ സ്വഭാവമില്ലെന്നും അത് സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായം മാത്രമാണെന്നും നേരത്തെ കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. 1955 പൗരത്വ നിയമമുണ്ടായത്. അതിൻ്റെ ചട്ടങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 3 അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള 6 മതാനുയായികൾക്കാണ് സംരക്ഷണം. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ പീഡനങ്ങളുമില്ല എന്ന് കേന്ദ്ര സർക്കാരും BJPയും വിശദീകരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇല്ലാത്ത പീഡനക്കാർക്ക് ഇവിടെ സംരക്ഷണം എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നതും. നിയമം അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ജനങ്ങളെ ഭിന്നിച്ച് അധികാരമുറപ്പിക്കാനാണ് ഇത്തരം പ്രയോഗങ്ങളെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലകൊള്ളുന്നത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കാണ്. അതിൽ 19 കോടി മുസ്ലിം വിഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്ന് BJPയുടെ വിശദീകരണം. 2019 ഡിസംബർ 31 പ്രത്യേക സമ്മേളനമാണ് നിയമസഭ വിളിച്ചു ചേർത്തത് കേരളത്തിൽ. അന്ന് മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ അങ്ങ് പാസായി.
പിന്നീട് പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരെ പാർപ്പിക്കാനുള്ള തടങ്കൽ പാളയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടു. കേരളത്തിൽ ചില തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കപ്പെടുന്നു എന്ന വാർത്തയും അക്കാലത്ത് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന പ്രതിഷേധത്തിലുണ്ടായ നിയമലംഘനങ്ങളുടെ പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് നിരവധി കേസുകളാണ്. ഏകദേശം 850ഓളം കേസുകൾ. എന്നാൽ ഇതുവരെ പിണറായി വിജയൻ സർക്കാർ പിൻവലിച്ചത് വെറും 59 എണ്ണം. ഒരു വശത്ത് വർഗീയത വിളമ്പി ലാഭം കൊഴിയാൻ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, മറുവശത്ത് 3 രാജ്യങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പൗരത്വ നിയമ ഭേദഗതി ബിൽ നടപ്പാക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബിൽ യാതൊരു തരത്തിലും കേരളത്തെ ബാധിക്കില്ല. കാരണം ആ 3 രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവർ കേരളത്തിലില്ല എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. രസകരമായ സംഭവങ്ങളും പ്രതിഷേധങ്ങളുമാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ രാജ്യത്ത് പല ഭാഗങ്ങളിലും കാണുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്ന BJP അവർ വാക്കുപാലിച്ചു എന്നാണ് ജനങ്ങളോടിപ്പോൾ വിശദീകരിക്കുന്നത്. CAA തങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യയിൽ അത് നിയമമാക്കി അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.